കർത്താവിൻ്റെ തിരുസന്നിധിയിലെ സത്യസന്ധതായിട്ട് ശുശ്രൂഷ ചെയ്തതിൻ്റെ വെളിച്ചത്തിലാണ് ജനങ്ങൾക്ക് ഇത്രയും സാക്ഷ്യങ്ങൾ നമുക്ക് ലഭിക്കണത്. എന്തൊരു വലിയ സാക്ഷ്യങ്ങളാണ്. ഇന്നലെ ഇവിടെ പറഞ്ഞ സാക്ഷ്യം ഭയങ്കര രസകരമായ സാക്ഷ്യമാണ്. അവിടെ അസ്ഥി ഒടിഞ്ഞു പോയി, രണ്ടായിട്ട് വിട്ടുപോയി. അപ്പോൾ തളർന്നു പോയി, അതിനെ ഓപ്പറേഷൻ ചെയ്താലും ശരിയാകത്തില്ലെന്ന് ഡോക്ടർ പറഞ്ഞപ്പോഴേ ഞാൻ ഇത് കണ്ടിട്ട് പെട്ടെന്ന് പറഞ്ഞു, ഇത് സാരമില്ല ചേച്ചി, അത് ഉടമ്പടി തൈലം തേച്ച് വിശ്വാസപ്രമാണം ചെല്ലിയാൽ മതി എന്ന് പറഞ്ഞു. അത്രയേ ഉള്ളൂ, കഴിഞ്ഞു, ചികിത്സ കഴിഞ്ഞു. അവരെന്താ ചെയ്യണത്? അവർ ഉടമ്പടി തൈലം തേച്ച് വിശ്വാസപ്രമാണം ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ഇന്നലെ അവർ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ കൂടാത്ത അസ്ഥികളെ അമ്മമാതാവിൻ്റെ മധ്യസ്ഥത്തിലെ ദൈവം അങ്ങ് കൂട്ടിക്കൊടുത്തു. ഇത് ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ആ സാക്ഷ്യം കേൾക്കാം യൂട്യൂബിൽ. കാര്യം ദൈവം അത്ര വലിയ, അവർക്കാണെങ്കിൽ അത് നടക്കാത്ത ഒരു കാര്യമാണ്. പക്ഷേ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യവും നടക്കാത്തതില്ല. ഞങ്ങളെപ്പോഴും ഉടമ്പടിയിലൂടെ ചെയ്യണത് എന്താ? നിങ്ങളെയും ദൈവത്തെയും തമ്മിൽ അങ്ങ് ഉടമ്പടി ചെയ്യിച്ച് രണ്ടേയും തുല്യ പാർട്ട്നേഴ്സായിട്ടങ്ങ് മാറ്റുകയാണ്. ഈ ഉടമ്പടിയിലെ തുല്യ പങ്കാളികളാണ് ആരാണ്? ഒന്ന് ദൈവവും ഒന്ന് നിങ്ങളുമാണ്. ഇതിൻ്റെ മധ്യസ്ഥ ആരാണ്? അമ്മമാതാവാണ് മധ്യസ്ഥ. കൃപാസനത്തിൽ നടക്കുന്ന മരിയൻ ഉടമ്പടിയുടെ മധ്യസ്ഥ യേശുവിന് ഒരു കാലത്തും തള്ളി മാറ്റാൻ പറ്റാത്ത, അവഗണിക്കാൻ പറ്റാത്ത രക്ഷാകര ചരിത്രത്തിൻ്റെ അവിഭാജ്യ ഘടകമായ രക്ഷകൻ്റെ അമ്മയായ പരിശുദ്ധ കന്യാമറിയമാണ് ഉടമ്പടിയുടെ മധ്യസ്ഥ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ എപ്പോഴും എത്രയോ ധ്യാന കേന്ദ്രങ്ങളുണ്ട് അമ്മ മാതാവിൻ്റെ പേരിൽ. പക്ഷെ അവർ കർത്താവിൻ്റെ, അതായത് ബിബ്ലിക്കൽ സെൻറ്റേഡ് ആയിട്ടുള്ള സ്പിരിച്വാലിറ്റിയാണ് പ്രൊമോട്ട് ചെയ്യണത്. നമ്മൾ കൃപാസനത്തിൽ ചെയ്യണത് എന്താണ്? മരിയ സ്പിരിച്വാലിറ്റി മാത്രമേ പറയത്തുള്ളൂ. കാര്യം നമുക്ക് കിട്ടിയിരിക്കുന്ന ക്യാരിസം അതാണ്, മരിയ സ്പിരിച്വാലിറ്റി, അമ്മയിലൂടെ ഈശോയിലേക്ക്. ഞങ്ങൾ അമ്മയെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അമ്മയെ ബ്രാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അമ്മയെ സ്പിരിച്വൽ ബ്രാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മരിയ സ്പിരിച്വാലിറ്റിയാണ് ബ്രാൻഡ് ചെയ്യണം. അമ്മയുടെ പേര് പറഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ശുശ്രൂഷ നടത്തുകയല്ല. അമ്മയുടെ പേര് പറഞ്ഞിട്ട് അമ്മയുടെ ആധ്യാത്മികതയാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത്. അത് മനുഷ്യരുടെ ജീവിതത്തിലെ നിർവചിക്കപ്പെടുന്നു. മനുഷ്യരുടെ ജീവിതത്തിലെ യേശുവിനെ കണ്ടെത്താനും യേശുവിനെ ലോകത്തിന് കൊടുക്കുവാനും മരിയൻ മെത്തേഡുകൾ എന്താണെന്ന് കണ്ടെത്തിയിട്ട് അമ്മ മാതാവിൻ്റെ തനിപ്പകർപ്പായി ജീവിക്കുകയും അമ്മ മാതാവിൻ്റെ തനിപ്പകർപ്പായി യേശുവിനെ ലോകത്തിന് കൊടുക്കുകയും ചെയ്യുന്ന ഒരു മരിയൻ ശുശ്രൂഷ കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കാലങ്ങളിൽ അമ്മയുടെ നീല മേലങ്കിയാൽ ദൈവം നമ്മുടെ ശുശ്രൂഷകളെ സംരക്ഷിച്ചത്. ആ ശുശ്രൂഷയെ ആകർഷിച്ച് ആശ്രയിച്ചും ജീവിക്കുന്ന മനുഷ്യരെ ദൈവം സന്ധിച്ചത്. ഞാൻ ഇന്നലെ ഒരു ചേട്ടായിയെ കണ്ടു. ചേട്ടായി ഇതെല്ലാം കഴിഞ്ഞപ്പോൾ, ഈ കാലങ്ങളിലൂടെ കടന്നു പോയപ്പോൾ, ക്ലേശത്തിൻ്റെ ഈ കാലത്തിലൂടെ കടന്നു പോയപ്പോൾ ചേട്ടായി എന്നോട് പറഞ്ഞു, അച്ഛാ കടമാണച്ചാ, ഒരു നിക്കക്കള്ളിയും ഇല്ലെന്ന് പറഞ്ഞു. കടമാണച്ചാ. അപ്പം ഞാൻ 4 മണി കഴിഞ്ഞ് ആൾക്കാരുടെ പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ കുറേ ആൾക്കാരെ കാണാൻ വേണ്ടി ഇറങ്ങിയതാ. കാര്യം ആർക്കെങ്കിലും ചീട്ട് കിട്ടാത്തവരുണ്ടോ? അപ്പോഴങ്ങനെയുള്ളവരെ സങ്കടപ്പെട്ട് പോകാതിരിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോഴാണ് ഈ കടമുള്ള ആളെ കണ്ടത്. ഒരു നിക്കക്കള്ളിയില്ല അച്ഛാന്ന് പറഞ്ഞു. ഒരു നിക്കക്കള്ളിയില്ല എന്ന് അയാൾ പറഞ്ഞ അതിൻ്റെ അർത്ഥം ഇനി കടം മേടിക്കാൻ സ്ഥലമില്ല, വീടില്ല, ആളില്ല. അപ്പം ഇങ്ങനെ ഒരു ജീവിതാവസ്ഥയാണ്. അപ്പം ഈ ജീവിതാവസ്ഥയിൽ ആരോട് ചോദിക്കും? അങ്ങനെ ചോദിക്കാൻ ആളില്ല. ചോദിക്കേണ്ട ആൾക്കാരൊക്കെ ചോദിച്ചും പറഞ്ഞും കൈമലർത്തിയും ഒക്കെ കഴിഞ്ഞു. അപ്പോഴെൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഞാൻ ഈ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ നിക്കക്കളിയില്ലെങ്കിൽ അതിനൊരു പ്രത്യേക വചനം ഉണ്ടെന്ന് പറഞ്ഞ്, നിക്കക്കളിയില്ലാത്തവർക്ക് പറയാനുള്ള വചനം. പക്ഷേ ഉള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കർത്താവ് ആ സെക്കൻഡിൽ തരുന്നൊരു വചനമില്ലേ. നിക്കക്കളിയില്ലെന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ മനസ്സിൽ കർത്താവ് ഒരു വചനം തരും. അതെന്ത് കാര്യം പറഞ്ഞാലും, നിങ്ങളെന്ത് കാര്യം പറഞ്ഞാലും അതിൻ്റെ കറസ്പോണ്ടിങ് വചനം ഉടനെ പറയും. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ വചനം,
ഇങ്ങനെ നിക്കക്കളിയില്ലാത്ത ഒരാളുണ്ടായിരുന്നു. ആരാണത്? യാക്കൂബ്. അദ്ദേഹത്തിന് ഇങ്ങനെ അരക്കെട്ടിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ തൊട അകന്നു പോയ സമയത്ത് അയാൾ വീഴാൻ പോയി. യാക്കൂബിന് നിക്കക്കളിയില്ലാണ്ടായി. അപ്പോൾ പെട്ടെന്ന് ആ മനുഷ്യൻ്റെ വായിൽ ഒരു വചനം വന്ന് എന്താ പറഞ്ഞത്? അതാണ് പിന്നീട് ദൈവവചനമായി മാറണത്. എന്താണ്? എന്നെ അനുഗ്രഹിക്കാതെ നീ പോകരുത്. അതായത് ഞാൻ നിന്നെ വിടത്തില്ലെന്നാണ് പറയണത്. എന്നെ അനുഗ്രഹിക്കാതെ. എലി വെട്ടിപ്പോയി സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റാത്ത സമയത്ത് വീണ് പോകാൻ നേരത്ത് പറയണ വാക്കാണ്. എന്താണ്? എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ നിന്നെ വിടത്തില്ല. വിടത്തില്ല എന്ന് വെച്ചാൽ പിടിച്ചിരിക്കണമെന്ന് എൻ്റെ അർത്ഥം. അതായത് നമുക്ക് നിക്കക്കളി ഇല്ലാത്ത സമയത്ത് ഇപ്പം ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 32 വചനങ്ങളാണ്. 32-ാം അധ്യായത്തിൽ നമ്മൾ 27 മുതലുള്ള വചനങ്ങളിൽ എന്നെ 29 വചനങ്ങൾ, അതായത് അവൻ പറഞ്ഞു നേരം വൈകുന്നു, എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ നിന്നെ വിടത്തില്ല. അപ്പം എന്ന് പറഞ്ഞാൽ ഈ ദൈവത്തിൻ്റെ കൈകളിൽ ആണ് യാക്കോബ് പിടിച്ചിരിക്കണമെന്ന് യാക്കോബിന് അറിയാമായിരുന്നു. അതുകൊണ്ട് യാക്കോബിൻ്റെ അടുത്ത വചനം പറഞ്ഞത് എന്താണ്? ദൈവത്തെ ഞാൻ എങ്ങനെ കണ്ടുവെന്ന്. അതായത് ദൈവത്തിൻ്റെ കൈകളിലാണ്. അപ്പം വിശ്വാസത്തോടു കൂടി ഈ മനുഷ്യൻ പിടിക്കുക. ഉടമ്പടിയുടെ ഒരു വിഷയമെന്ന് പറയണത്, ഇപ്പം ചിലർ ആത്മാർത്ഥമായിട്ട് കയറി ഉടമ്പടിയിൽ വിശ്വസിക്കും. ചിലരെങ്ങനെ വിചാരിക്കും ഒക്കുമായിരിക്കും അല്ലേ, ചിലപ്പോൾ താമസിക്കുമായിരിക്കും അല്ലേ. ഇങ്ങനെ ആദ്യം കൊണ്ട് കയറി പിടിച്ചു പിടിച്ചില്ല എന്ന് പറഞ്ഞ് പിടിക്കും. അങ്ങനെയല്ല, യാക്കോബിൻ്റെ പിടുത്തം പിടിക്കണം. വിടത്തില്ല എന്ന് പറഞ്ഞ് പിടിക്കണം. എന്നെ അനുഗ്രഹിക്കുക. ശ്രദ്ധിക്കട്ടെ മക്കളെ. യേശു സ്വസ്ഥം. ഉൽപ്പത്തി 32:27 പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എന്നെ അനുഗ്രഹിക്കാതെ കർത്താവേ അങ്ങേ ഞങ്ങൾ വിടില്ലെന്ന് വിശ്വസിക്കുന്നു. ചേർന്ന് പാടാം. പരമദിവ്യകാരുണ്യത്തിന് 32:26 എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ വിടത്തില്ല എന്ന് പറയണത്. ഇത് ആത്മീയ ഭാഷയിൽ ഇതിന് ശരണമെന്ന് പറയും. അതായത് നമ്മൾ ട്രസ്റ്റാണ്. എന്നാൽ നമുക്ക് വേറെ ഒരു വഴിയുമില്ല, അഥവാ എല്ലാ വഴികളും ഞാൻ ഉപേക്ഷിക്കുന്നു. എല്ലാ വഴികളും ഞാൻ നിന്നിൽ മാത്രം ശരണപ്പെടുന്നു. കാരണം ഓരോ പ്രാർത്ഥനയും എങ്ങനെയാണ് ആക്ടിവേറ്റ് ആകണമെന്ന് ചോദിച്ചാൽ അതിൽ പ്രാർത്ഥന കേൾക്കുന്ന കണ്ടൻറ്റുകൾ കാണും. ഓരോ പ്രാർത്ഥനയും ആക്ടിവേറ്റ് ആകണത് അല്ലെങ്കിൽ ആക്ടിവേറ്റ് ആകാതിരിക്കാൻ കാരണം പ്രാർത്ഥന ദൈവം കേൾക്കുന്ന കണ്ടൻറ്റുകളെ. ഇപ്പം നമ്മളൊരു ഭക്ഷണം കഴിക്കുന്നത്, നമ്മൾ ഈ ശരീരം നന്നാകാനുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ അകത്ത് പ്രോട്ടീൻ ഉണ്ടാകണം.
എൻ്റെ പ്രോട്ടീൻ കണ്ടൻ്റാണ് കോശങ്ങൾ ആഗിരണം ചെയ്യണത്. ഇതുപോലെ ഒരു പ്രാർത്ഥന ദൈവം കേൾക്കണമെങ്കിൽ ദൈവം കേൾക്കണ കണ്ടൻറ്റുകൾ ആ പ്രാർത്ഥനയിൽ ഉണ്ടാകണം. എല്ലാ പ്രാർത്ഥനയിലും ചിലപ്പോൾ കണ്ടൻറ്റ് ഉണ്ടായില്ലെന്ന് വരും. 3 കണ്ടൻറ്റ് 4 കണ്ടൻറ്റാണ് സാധാരണഗതിയിൽ പ്രാർത്ഥന കേൾക്കുന്നത്: വിശ്വാസം, പ്രത്യാശ, സ്നേഹം, അതുപോലെ തന്നെ സമർപ്പണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് എല്ലാ കണ്ടൻറ്റുകളോടുകൂടിയ പ്രാർത്ഥന പറയുക. ഈ ഉൽപ്പത്തി 32:26 എഴുതിയിരിക്കുന്നത്, അവൻ പറഞ്ഞു, നേരം പുലരുകയാണ്, ഞാൻ പോകട്ടെ. യാക്കോബ് മറുപടി പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. താഴേക്ക് വരുമ്പോൾ 30 വരുമ്പോൾ, ദൈവത്തെ ഞാൻ മുഖത്തോട് മുഖം കണ്ടു, എന്നിട്ട് ഞാൻ ജീവനോടെ ഇരിക്കുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് ആ സ്ഥലത്തിന് പെനുവേൽ എന്ന് പേരിട്ടു. അപ്പോൾ ദൈവത്തെയാണ് കണ്ടതെന്ന് അറിഞ്ഞുകൊണ്ടാണ് ആ മനുഷ്യൻ പിടിക്കണത്. അല്ലാതെ രാത്രി ഇരുട്ടത്ത് ഒരു രാക്ഷസൻ കയറി പിടിച്ചെന്നല്ല പറയണത്. കാര്യം യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം അയാളതൊരു രാക്ഷസനാണ്, എല്ലാ തരത്തിലും വില്ലനായ മനുഷ്യനാണ്. ലാബാനെ ഒതുക്കിയിട്ടാണ് അയാൾ ഇങ്ങോട്ട് വരണത്. ഏസാവിനെ ഒതുക്കിയിട്ടാണ് ഇയാൾ ഇവിടുന്ന് പോയത്. ഒതുക്കണ കാര്യത്തിൽ ഇയാളെ വെട്ടാൻ ആളില്ല. അപ്പം അയാളെ വെട്ടിയിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യനല്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അയാളെ വെട്ടിയിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യനല്ല. ഇപ്പം തീർച്ചയായിട്ടും മക്കളെ, എന്നെ ശ്രമിക്കുന്ന ദൈവവേദന ശ്രദ്ധിക്കേണ്ട ഇതാണ്: നീ വൃത്തിയായിട്ട് പ്രാർത്ഥിക്കുന്ന ആളാണ്, ഭംഗിയായിട്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണ്, പരമാവധി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ദൈവമേന്ന് പറഞ്ഞ് ജീവിക്കുന്നയാളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വൃത്തിയും മെനയുമായിട്ട് ദൈവത്തെ ജീവിക്കണം നിനക്ക്. ചില ചോദിക്കും, എന്തുകൊണ്ടാണ് എൻ്റെ മാത്രം IELTS സ്കോറാകാഞ്ഞെന്ന് ചോദിക്കും. ദൈവവിശ്വാസം ഇല്ലാത്തവിടത് അവർ കയറിപ്പോയില്ല കാനഡയിലേക്ക്, എൻ്റെ മാത്രം എന്താണ് IELTS. അപ്പോൾ എപ്പോഴും നമ്മുടെ വിഷയം എന്ന് പറയുന്നത്, നമ്മൾക്ക് ദൈവമെന്നും പറഞ്ഞ് ജീവിക്കുന്ന നമ്മൾക്ക് എന്തെങ്കിലും ഇതുപോലെ ഈടറിവ് സംഭവിച്ചാൽ ദൈവത്തിലെ നീ ഇൻ്റലിജൻ്റ് ആകണം. എന്താണ് ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി എപ്പോഴും നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് ബുദ്ധിയാണ്. എന്താ കാര്യം? നമ്മൾ പരമാവധി വിശുദ്ധിയോടെ, ഇപ്പോൾ കുമ്പസാരം, ഇപ്പോൾ കൃപാസനത്തിലാണെങ്കിൽ ഇപ്പോൾ കോവിഡ് കുമ്പസാരം കൂടി സ്ഥാപിച്ചിരിക്കുക. അതായത് എത്ര അകലം വേണമെങ്കിലും കുമ്പസാരം കൺഫസ് ചെയ്യുന്ന ആ പീസ് നിങ്ങളുടെ ആവശ്യത്തിന് വേണമെങ്കിൽ കുമ്പസാരക്കാരനേക്കത് മാറ്റാം, കുമ്പസാരക്കാരന് വേണ്ടി നിങ്ങളുടേക്കത് മാറ്റാം. ഒരു 4 അടി വരെ മാറ്റി 3 അടി വരെ മാറ്റാൻ പറ്റും. എന്നിട്ട് നിങ്ങൾക്ക് കുമ്പസാരിക്കാം. കോവിഡ് കുമ്പസാരക്കൂടി ഞാൻ പറയണത്, അഫീന്ന പിതാവ് ജെയിംസ് സാനാപറമ്പൽ പിതാവാണ് കുമ്പസാരക്കൂടി വെഞ്ചരിച്ചത്. കാര്യം ഷേക്ക് ചെയ്യാവുന്ന ഈ മനുഷ്യൻ്റെ കുമ്പസാരത്തിൻ്റെ മൗത്ത് പീസ് ഇഷ്ടമുള്ള പോലെ അകലെ വെക്കാൻ പറ്റും. എന്നിട്ട് കുമ്പസാരിക്കണ ആളെ കാണാത്ത ഇരിക്കുകയും ചെയ്യും. പ്രൈവസിയുള്ള ഒരു പുതിയ കുമ്പസാരക്കൂടെ. ആരെങ്കിലും ഉടമ്പടി എടുത്തിട്ട് കുമ്പസാരിക്കണമെന്ന് പറഞ്ഞാൽ ഇനി കുമ്പസാരക്കൂടിൽ ഈ കുമ്പസാരം നമുക്ക് സേഫായിട്ടുള്ള ഒരു കൺഫെഷനേറ്റാണ് ഇപ്പോഴേ പുതുതായിട്ട് നമ്മളിതിനു വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പം നിങ്ങളിപ്പോൾ ഇതുപോലെ കുമ്പസാരം, ഞാൻ അൾത്താരയിലൊക്കെ വെച്ച് ഈ ദിവസമാണ് കുമ്പസാരം കൊടുത്തു. കുമ്പസാര കുർബാനയും കൊടുക്കാൻ ചെല്ലുമ്പോൾ അവർ പറയും, അച്ഛാ കുമ്പസാരിച്ചിട്ടില്ല എന്ന് പറയും. അപ്പം ഞാൻ ആ കുർബാനയെ പിടിച്ചുകൊണ്ട് നിന്നുണ്ട്. കുർബാന അൾത്താര വെച്ചും ചെന്ന് അവരെ കുമ്പസാരിപ്പിച്ചിട്ട് കുർബാന കൊടുത്തിട്ടുണ്ട്. എന്താ കാര്യം? അവരുടെ മുഖത്ത് നോക്കി അറിയാൻ പറ്റും അവർക്ക് കർത്താവിനെ സ്വീകരിക്കാൻ കൊതിയാണ്, പക്ഷേ കുമ്പസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ എന്താ മാർഗം? പിന്നെ എൻ്റെ ഒരു ഉത്തരവാദിത്വമാണ് അവർക്ക് കുമ്പസാരം കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ 5-8 പേർക്ക് ഈ ദിവസങ്ങൾ പല ദിവസങ്ങളായിട്ട് കുമ്പസാരം കൊടുത്ത് കുർബാനയുടെ സമയത്ത്. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, നമ്മൾ ഇങ്ങനെയൊക്കെ വൃത്തിയും മെനയുമായിട്ട് ജീവിക്കുകയാണെന്ന് വിചാരിച്ചോ. എന്നിട്ട് നമ്മൾക്ക് രോഗം വന്നാൽ അപ്പോൾ നിങ്ങൾ യാക്കോബിനെപ്പോലെ തിരിച്ചറിയണം. ഞാൻ വിശുദ്ധിയോടെയും ദൈവതിരുസന്നിധിയിൽ വിശ്വാസത്തോടെയും കൂടി ജീവിച്ചിട്ട് എനിക്ക് ഒരു മൽപ്പിടുത്തം വന്നാൽ ദൈവവേദലെ
പരിശുദ്ധാത്മാവിൽ നീ അത് തിരിച്ചറിയണം. എന്താണ് കാര്യം? ദൈവമല്ലാതെ ആരും നിന്നെ മൽപ്പിടുത്തത്തിന് വരത്തില്ലെന്ന്. ശ്രുതികട ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രദ്ധിക്കുന്ന ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ അങ്ങേ മുഖാമുഖം കാണാൻ, കർത്താവേ അങ്ങയുടെ ആശീർവാദം സ്വീകരിക്കാൻ, കർത്താവേ അങ്ങനെ അനുഗ്രഹിക്കാതെ ഞാൻ കടന്നു പോകുന്നില്ല ഈശോയെ. കർത്താവേ അവിടുത്തെ സാന്നിധ്യം ഇപ്പോൾ വെളിപ്പെടുത്തണമേ. കർത്താവേ അവിടുത്തെ സാന്നിധ്യം ഇപ്പോൾ വെളിപ്പെടുത്തണമേ. ഓരോ കുടുംബങ്ങളെ ആശീർവദിക്കണമേ. ഈശോയെ സ്പർശിക്കണമേ. കർത്താവേ വിശുദ്ധ കുമ്പസാരത്തിന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളെ സ്പർശിക്കണമേ. തിരുസഭയെ ആശീർവദിക്കണമേ. കർത്താവേ തുറക്കപ്പെടാത്ത അനേക ദേവാലയങ്ങൾക്ക് ഈശോയെ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യക്ഷീകരണ മാതാവേ മധ്യസ്ഥയാകണമേ. എനിക്ക് ആ പാസേജിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പറഞ്ഞ യാക്കോബിൻ്റെ തിരിച്ചറിവാണ്. 32:30 തിരിച്ചറിവ് എന്താണ്? ദൈവത്തെ ഞാൻ മുഖാഭിമുഖം കണ്ടല്ലോ എന്ന്. കാരണം എന്താണ്? താൻ വിശ്വാസത്തോടെ ജീവിച്ചൊരു മനുഷ്യനാണ്. ജീവിതത്തിൻ്റെ സമ്മർദ്ദങ്ങളിൽ അദ്ദേഹം പലതരത്തിലുള്ള കാപട്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. അത് കർത്താവ് അംഗീകരിച്ചിട്ടില്ല. അദ്ദേഹം ജനതകളുടെ പിതാവായിട്ട് ദൈവം അവനെ അവരോധിക്കുമ്പോൾ തന്നെ അവൻ്റെ തിന്മകളെ ഈശോ വന്ന കാലത്ത് പോലും അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നാഥാനിയേലിനെ കാണുമ്പോൾ കർത്താവ് പറയും, ഇതാ ഒരു യഥാർത്ഥ ഇസ്രയേലിയൻ, ഇവനിൽ യാതൊരു കാപട്യവുമില്ല എന്നാണ്. അപ്പോൾ യാക്കോബിനെ ഇസ്രയേൽ എന്ന് ദൈവം വിളിച്ചെങ്കിൽ തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഇസ്രയേൽ എന്നാണ് അതിൻ്റെ അർത്ഥം. കാര്യം ആ നാഥാനിയേലിനെ കണ്ടപ്പോൾ, പരമാർത്ഥതയുള്ള വിഷയം കണ്ടപ്പോൾ കർത്താവ് പറഞ്ഞു, യോഹന്നാൻ 3:27, ഇതാ ഒരു യഥാർത്ഥ ഇസ്രയേലിയൻ, ഇവന് യാതൊരു കാപട്യവുമില്ല. യാക്കോബിന് കാപട്യം ഉണ്ടെന്ന് എൻ്റെ അർത്ഥം. യാക്കോബ് കാപട്യത്തിലാണ് എല്ലാം തുടങ്ങണത്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, യാക്കോബും ഏശാവും തമ്മിൽ ചട്ടനും അനുജനും. ഇപ്പോൾ ഫസ്റ്റ് ബോൺ എന്ന രീതിയിൽ കടിഞ്ഞൂൺ അവകാശം അതിൻ്റെ ആനുകൂല്യം ആർക്കാണ് കിട്ടണത്? ഏശാവിനാണ്. ഏശാവിൻ്റെ ഈ അനുഗ്രഹം തട്ടിയെടുക്കാൻ വേണ്ടി യാക്കോബ് അമ്മയെ സോപ്പിടും. അമ്മയെ സോപ്പിട്ടിട്ട് ചേട്ടൻ്റെ ഓഹരി അടിച്ചു മാറ്റണ ഒരു അനുജൻ്റെ തന്ത്രങ്ങൾ എക്കാലങ്ങളിലും കുടുംബങ്ങളിലുള്ളതാണ്. ചില ചേട്ടന്മാരിങ്ങനെ ഗോപി വരച്ചുകൊണ്ട് കണ്ണീരോടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണം കണ്ടിട്ടില്ലേ? അതെന്താണ്? യാക്കോബിനെ പോലെയുള്ള കുതന്ത്രക്കാർ വീട്ടിലുള്ളത് കൊണ്ടാണ് അമ്മനെയും അപ്പനെയൊക്കെ സ്വാപ്പിട്ടിട്ട് ചേട്ടൻ്റെ ഓഹരി അടിച്ചു മാറ്റും. അത് പുതിയ യേശാവിൻ്റെ കാലത്തെ കാര്യമല്ല, ഇപ്പോഴും നടക്കുന്ന കാര്യമാണത്. പക്ഷേ എപ്പോഴും എൻ്റെ മക്കളെ, കഴിഞ്ഞ കൊല്ലമേ ഒരു സാറ് എൻ്റെ കൂടെ പണ്ട് ശുശ്രൂഷയ്ക്കുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു കോളേജിൽ പ്രൊഫസറാണ്. ഈ പ്രൊഫസർ വേറൊരു കോളേജിൽ, ആലപ്പുഴ ഒരു സെൻറ്റ് ജോസഫ് കോളേജിൽ പ്രൊഫസർമാരുടെ ധ്യാനം ഉണ്ടായിരുന്നു. അപ്പോഴേ ഈ അടുത്ത കാലത്തല്ല, ഒരു 2-3-4-5 കൊല്ലം മുമ്പ്. അപ്പോഴീ ധ്യാനത്തിൽ ചെന്ന് ഈ സാറ് ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുക. അപ്പം എൻ്റെ കൗൺസിലിങ്ങിൻ്റെ സമയത്ത് കൗൺസിൽ ചെയ്ത ബ്രദർ പറഞ്ഞു, സാറിന് അപ്പനോട് അനുരഞ്ജനപ്പെടാൻ കഴിയണില്ല. അതാണ് ആധ്യാത്മികമായി വളരാത്തതും ആധ്യാത്മികമായി മൽപ്പിടുത്തമുള്ളതും. ദൈവത്തോട് മൽപ്പിടിക്കുന്നവരുണ്ടേ, അവരെ എളി ഉളുക്കുമ്പോൾ മാത്രമേ ദൈവത്തെ തിരിച്ചറിയത്തുള്ളൂ. ആ സാറിൻ്റെ മകൻ്റെ പേര് കണ്ണൻ എന്നാണ്. അപ്പം ഞാൻ എൻ്റെ ഇടവക്കാരനായിരുന്നു പണ്ട്. അപ്പം ഞാൻ ഓർത്തു, ദൈവമേ, എങ്ങനെയാണ് ഹൈന്ദവ സഹോദരങ്ങളുടെ പേര് ഒരു ജ്ഞാനസ്ഥാനത്തിന് ഇടണത്? ഞാനൊരു കൊച്ചച്ഛനായിരുന്നു അന്ന്. അപ്പം ഞാനിത് കേട്ടപ്പോൾ, ഞാനല്ല ജ്ഞാനസ്ഥാനപ്പെടുത്തിയെങ്കിലും
ഈ പേര് കേട്ടപ്പോൾ ഞാൻ എന്തോ ഒരു പന്തികേട് എനിക്ക് തോന്നിയായിരുന്നു. ആ പേരിനെ ഞാൻ നിശ്ചയിച്ച് സംസാരിക്കുകയല്ല. ഒരു ബാപ്റ്റിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ സാധാരണ ഇടുന്ന ട്രഡീഷണൽ പേരല്ലത്. അപ്പോൾ സ്വാഭാവികമായും എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാർ ഇതുപോലെ ദൈവത്തോട് മൽപ്പിടുത്തം നടത്തിയിരുന്ന കാലത്താണ് ഈ കുട്ടി ജനിക്കണത്. അപ്പോൾ ദൈവത്തിന് വിരുദ്ധമായ, അതായത് ബൈബിളിലുള്ള പേരിന് വിരുദ്ധമായൊരു പേര് തൻ്റെ കുഞ്ഞിനിട്ടുകൊണ്ട് ദൈവത്തോടൊരു ഫൈറ്റ് ചെയ്യുകയാണ്. ഇങ്ങനെ ഫൈറ്റ് ചെയ്യണ യാക്കോബന്മാർ ഒത്തിരി ഉണ്ട് സഭയിൽ. അവർക്കറിയത്തില്ല. അവർ ദൈവത്തിനോടും പള്ളിയോടും, ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ശവം കത്തിച്ചെന്ന് പറഞ്ഞു. പള്ളിയിൽ പ്രാർത്ഥിച്ചടക്കുന്നതിന് പകരം അത് ശവം കത്തിച്ചെന്ന് പറഞ്ഞു. കോവിഡ് വരുമ്പോൾ നമ്മൾ കത്തിക്കും, അത് സ്വാഭാവികമായ കാര്യമാണ്. ഇത് അസ്വാഭാവികമായ കത്തിക്കലാണ്. അതിനും ആരോപണം ദേവാലയ അധികൃതരുടെ മേൽ കെട്ടിവെച്ചിട്ടാണ് അവർ ബോഡി കത്തിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മൽപ്പിടുത്തത്തിനുള്ള മനുഷ്യൻ്റെ ടെൻഡൻസി എക്കാലങ്ങളിലും ഉണ്ടാകും, എളി ഉളുക്കണവരെ. പക്ഷെ ചില ആൾക്കാരുടെ കുഴപ്പം, എളി ഉളുക്കിയാലും ദൈവത്തെ അറിയാൻ പറ്റാണ്ട് വരും. അതാണ് പ്രശ്നം. ഈ മൽപ്പിടുത്തത്തിൽ പലരുടെ ഉളുക്കുന്നുണ്ടെങ്കിലും ചിലർ യാക്കോബിനെ പോലെ തിരിച്ചറിയും, ഞാൻ ദൈവത്തോടാണ് മൽപ്പിടുത്തം നടത്തിയത്. ഈ സാറ് തിരിച്ചറിഞ്ഞ് എങ്ങനെ തിരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൗൺസിലിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രദർ പറഞ്ഞു, സാറ് ഒരു മൽപ്പിടുത്തത്തിലാണ്. അങ്ങനെ പറഞ്ഞില്ല, അതാണ് ഉദ്ദേശിച്ചത്. എന്താണ്? അപ്പന് കൊടുത്ത, അപ്പൻ നിങ്ങൾക്ക് തന്ന ഓഹരി കുറഞ്ഞു പോയെന്ന് നിങ്ങൾ കരുതുന്നു. അതുകൊണ്ട് അപ്പനോടും അമ്മയോടും നിങ്ങൾ ഇപ്പോഴധികം സംസർഗമില്ല. അത് മൽപ്പിടുത്തമാണ് ശരിക്കും പറഞ്ഞാൽ. അതാണ് മൽപ്പിടുത്തം എന്ന് പറയണത്. അതായത് അപ്പനെയും അമ്മനെയും സ്നേഹിക്കണത് അവരിൽ നിന്ന് കിട്ടുന്ന ഓഹരിയുടെ കൂടിക്കുറച്ചിലില്ല എണ്ണി നോക്കിയിട്ടാണ് മാതാപിതാക്കന്മാരെ സ്നേഹിക്കണത്. നിങ്ങൾക്കറിയാമല്ലോ, മാതാപിതാക്കന്മാരെ സ്നേഹിക്കണത് അവരുടെ ഭൗതിക ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കുന്നു, കുറച്ച് കൂടിപ്പോയോ കുറഞ്ഞു പോയോ എന്ന അടിസ്ഥാനത്തിലല്ല. എന്തിനാണ് മാതാപിതാക്കന്മാരെ നമ്മൾ സ്നേഹിക്കണത്? അതിന് ദൈവം നൽകിയിരിക്കുന്ന കൽപ്പനകളുടെ പൊരുളെന്താണ്? അത് ഉടമ്പടിയുടെ ഭാഗമാണ്. എന്താണ്? ഭൂമിയിൽ ദീർഘകാലം ജീവിക്കാൻ എൻ്റെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക. ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ അവരെ സംരക്ഷിക്കണം, എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്തുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ യാക്കോബ സഹോദരി ഇവിടെ കൗൺസിലിങ്ങിന് വന്ന് ഇന്നലെ, അയ്യോ എന്നാ ഒരു സ്ത്രീ വെച്ചാൽ ഭയങ്കര ചൈതന്യത്തിലുള്ള ഒരാളാണ്, പ്രാർത്ഥനയിൽ ചൈതന്യത്തിലുള്ളതാണ്. അതായത് അവരെന്നോട് പറഞ്ഞ കാര്യം, അച്ഛാ ഞാൻ അനുജൻ്റെ ഭാര്യയാണ്, അനുജൻ്റെ ഭാര്യയായ എനിക്ക് ആണ് അപ്പനെയും അമ്മനെയും നോക്കാനുള്ള അനുഗ്രഹം കിട്ടിയത്. പക്ഷേ അപ്പൻ്റെ അമ്മയുടെ ഓഹരി ചേട്ടൻ്റെ കയ്യിലാണ്. അപ്പോൾ ഞാൻ ഈശോയോട് ഒന്നേ പറഞ്ഞുള്ളൂ, അച്ഛാ അപ്പനും അമ്മയും രാജകീയമായി ജീവിച്ചവരാണ്, അവരെപ്പോലെ അവരുടെ ഓഹരി ഇല്ലെങ്കിലും അവർ ജീവിച്ച പോലെ അവരെ മരണം വരെ ശുശ്രൂഷിച്ചുകൊണ്ട് പോകാനുള്ള കൃപ എനിക്ക് തരണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഒരു ദൈവപൈതലിൻ്റെ പ്രാർത്ഥന കണ്ടില്ലേ? എന്താ പറഞ്ഞത്? അപ്പൻ്റെ അമ്മയുടെ ഓഹരി ചേട്ടൻ്റെ കയ്യിലാണ്. ഏക്കർ കണക്കിനുണ്ട്, 18 ഏക്കർ വരെ ഉണ്ട്. പക്ഷേ ചേട്ടായി കൊടുത്തിട്ടില്ല, എനിക്കിന് കൊടുത്തിട്ടില്ല. അപ്പൻ്റെ അമ്മനെയും കൊടുത്തു, അപ്പൻ്റെ അമ്മനെ ഓഹരി കൊടുത്തിട്ടില്ല. അപ്പോൾ യാക്കോബ ചേച്ചി ഇന്നലെ പറഞ്ഞത് എന്താ പറഞ്ഞത്? അച്ഛാ അപ്പനെ അമ്മനെ എൻ്റെ കൈ കിട്ടിയപ്പോൾ ഞാൻ ഈശോനോട് പറഞ്ഞ ഇതാണ്, അപ്പൻ രാജകീയമായി ജീവിച്ച ആളാണ്, ഞങ്ങൾക്കത്രയും സ്വത്തും അങ്ങനെയുള്ള വരുമാനം ഇല്ല, എങ്കിലും അപ്പൻ മരണം വരെ അവരെ അലലില്ലാതെ അവരുടെ രീതി ശുശ്രൂഷിക്കാനുള്ള കൃപ തരണമേ എന്നാണ്. ഇതാണ് പ്രശ്നം. ഇത് അനുഗ്രഹമല്ല, കൃപയെന്ന് പറയും. ഇത് അവർക്കതുപോലെ കൊടുക്കുകയും ചെയ്ത് വേറെ ഒരു റബ്ബർ കട തുടങ്ങിയപ്പോൾ തന്നെ കർത്താവ് ഈ റബ്ബർ കടയെ അങ്ങോട്ട് വല്ലാതെ അങ്ങോട്ട് അനുഗ്രഹിക്കും. ഈ റബ്ബർ കട എത്രയോ പേര് ചെയ്തിരിക്കണം മൂവാറ്റുപുഴയിൽ. പക്ഷേ ഈ ചേട്ടായി അറിയാൻ മേലാത്തൊരു ബിസിനസ്സാണ് റബ്ബർ കട. ഈ റബ്ബർ കട തുടങ്ങിയ ഉടനെ എവിടുന്നെല്ലാമോ ആൾക്കാർ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോവുകയും അദ്ദേഹത്തിന് അത് കിട്ടുകയും ചെയ്തിട്ട് ഭയങ്കരമായ രീതിയിൽ ബിസിനസ് ഫ്ലറിഷ് ചെയ്ത്. ഇതിന് കൃപയെന്നാണ് പറയണത്. അതവർ ചോദിച്ചത് കറക്റ്റാണ്. എന്താണ്?
അപ്പൻ്റെ അമ്മയുടെ ഓഹരി കിട്ടിയില്ലെങ്കിലും അപ്പനെയും അമ്മനെയും ജീവിച്ച പോലെ കൊണ്ട് പരിപാലിച്ചു കൊണ്ടുപോകാൻ എനിക്ക് കൃപ തരണമേ എന്നാണ് പറഞ്ഞത്. അതിനാണ് കർത്താവ് ഈ അനുഗ്രഹമുണ്ട്, കൃപയുമുണ്ട്. ഇത് വരുന്ന വഴികൾ നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പം ഈ ചേട്ടൻ, ഈ പ്രൊഫസറിൻ്റെ പ്രശ്നം എന്താ? പ്രൊഫസറിൻ്റെ പ്രശ്നം അനുജനോട് മിണ്ടണില്ല. എന്താ അനുജനോട് മിണ്ടാത്തത്? അപ്പനെ ഓഹരി ചെയ്തപ്പോൾ അനുജന് കൂടിപ്പോയി. എന്താ കൂടിപ്പോകാൻ കാരണം? അപ്പനോട് ചോദിച്ചാൽ അപ്പന് ന്യായമുണ്ട്. ഞാൻ ചോദിച്ചതാണ് അപ്പനോട് ആ കാര്യം. അദ്ദേഹം എല്ലാം മരിച്ചുപോയി. അപ്പോൾ എൻ്റെ 93-ലാണ്, 95-6-ലാണ് ഈ സംഭവം. അപ്പം ഞാൻ ഈ വിഷയം അപ്പനോട് ചോദിച്ചു. കാര്യം അപ്പൻ പ്രായമായ ആളാണെങ്കിലും പള്ളി ഒരിക്കലും കുർബാന മുടക്കാത്ത ഒരാളാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെ ചെറിയ പരിഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഒരു ചിരി മാത്രമേ അപ്പൻ ചിരിച്ചുള്ളൂ. പ്രായമാണ്, 10-80 വയസ്സുണ്ടായിരുന്നു. എന്താ കാര്യം വെച്ചാൽ ഈ അനുജന് എപ്പിലെപ്സി എന്തോ അസുഖമുണ്ട്, ചെറിയ അസുഖമുണ്ട്. എപ്പിലെപ്സി ആണെന്നും അറിയാൻ പാടില്ല, ചെറിയ അസുഖമുണ്ട്. അതുകൊണ്ട് പണിക്കൊന്നും ജോലിക്കൊന്നും പോകാൻ പറ്റിയില്ല. ഈ ചേട്ടനെന്ന് പറഞ്ഞ ആളിന് അങ്ങേരെ പ്രൊഫസറാണ്, ഭാര്യയും പ്രൊഫസറാണ്. അപ്പം അന്ന് തന്നെ ഈ 50,000 രൂപയോളം വരും. ഇപ്പം അറിയാമല്ലോ, ലക്ഷങ്ങളാണ്. അതുകൊണ്ടാണ് അനുജന് കൂടുതൽ കൊടുത്തത്. അപ്പം കറക്റ്റാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതുപോലും ഈ ശമ്പളം ഇത്രയുമുള്ള ഭാര്യയ്ക്കും ഭർത്താവിനും ശമ്പളം ഉണ്ടായിട്ട് പോലും അനുജന് കൂടുതൽ കൊടുത്തത് ഇങ്ങേർക്ക് കുറഞ്ഞു പോയതും അക്സെപ്റ്റ് ചെയ്യാൻ ഇങ്ങേർക്ക് പറ്റാത്തത് കൊണ്ട് അപ്പനോടും മിണ്ടണില്ല, അനുജനോടും മിണ്ടണില്ല. ഇതാണ് മൽപ്പിടുത്തം എന്ന് പറയണത്. വെറുതെ മൽപ്പിടുത്തം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ മൽപ്പിടിക്കുന്നവരെപ്പോഴായാലും എളി ഉളുക്കും, ഒരു സംശയമില്ല. സ്വന്തം കാലം നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരും. സ്വന്തം വിദ്യാഭ്യാസത്തിൽ, സ്വന്തം വിശ്വാസത്തിൽ, സ്വന്തം ആരോഗ്യത്തിൽ ഈ ഇങ്ങനെയൊക്കെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോഴേ നിങ്ങൾ ഓർക്കണം, എന്താ എളി ഉളുക്കിയിരിക്കുകയാണ്. പക്ഷേ എളി ഉളുക്കിയത് കൊണ്ട് മാത്രം കാര്യമായില്ല. ഇത് വർക്കൗട്ട് ചെയ്യണം. 32-30 വർക്കൗട്ട് ചെയ്യണം. എന്താണ്? യാക്കോബിനെ പോലെ അത് ദൈവമാണെന്ന് തിരിച്ചറിയണം. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രുതികട ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ഉൽപ്പത്തിയുടെ പുസ്തകം 32-30 പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവത്തെ മുഖാമുഖം കണ്ട് കർത്താവേ, പെരുവേൽ അനുഭവത്തിൽ വളരാൻ കർത്താവേ, ശുശ്രൂഷയിലായിരിക്കുന്നവരെ ആശീർവദിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈശോയെ. യാക്കോബിന് ലഭിച്ച ഒരു പെരുവേൽ അനുഭവം ഈ ശുശ്രൂഷയിലായിരിക്കുന്ന ദൈവമക്കൾക്ക് നൽകണമേ. അങ്ങേ മുഖാമുഖം കാണാൻ, ജീവിത ദുരിതങ്ങൾ നിവേദിക്കാൻ, അനുഗ്രഹം സ്വന്തമാക്കാൻ, കൃപയ്ക്ക് മേൽ കൃപ ചൊരിയാൻ ഉടമ്പടിയുടെ അഭിഷേകം ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ഇരിക്കുക. പ്രിയമുള്ളവരെ, നമ്മൾ അനുഗ്രഹവും കൃപയും കർത്താവ് ഈ ആരാധനയിലൂടെ വിവേചിച്ച് മനസ്സിലാക്കി തരികയാണ്. ഇപ്പം യാക്കോബ് ചേച്ചി എന്നാ പറഞ്ഞത്? അപ്പനെയും അമ്മയുടെയും സ്വത്ത് ഞങ്ങളുടെ കയ്യിൽ ചേട്ടായി തന്നിട്ടില്ല. പക്ഷേ അപ്പനെയും അമ്മനെയും കർത്താവെ അവരുടെ ഓഹരി നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിലും അവർ ജീവിച്ച പോലെ ജീവിക്കാൻ ഉള്ള, പരിപാലിക്കാനുള്ള കൃപ തരണമേ എന്നാണ് അവർ പ്രാർത്ഥന. അവർ ഈ ദിവസങ്ങളിൽ കേട്ട ഏറ്റവും നല്ല പ്രാർത്ഥനയിൽ ഒന്നത്. അവർക്ക് ആ കർത്താവ് കൃപ കൊടുക്കണ എന്താണ്? അവരുടെ
തുച്ഛമായ ഒരു റബ്ബർ ഷീറ്റ് കച്ചവടത്തെ അങ്ങ് ഈശോ നമുക്ക് ബുദ്ധിക്ക് നിരക്കാത്ത രീതിയിൽ അതിനെ അങ്ങോട്ട് വളർത്തിയെടുത്തുകൊണ്ട് വരും. ഇതിനാണ് കൃപയെന്ന് പറയുന്നത്. അനുഗ്രഹത്തിൻ്റെ മാതാവാണ് കൃപ. ഇതാ മദർ ഓഫ് ബ്ലെസ്സിങ്സ് ആയിട്ടാണ് കൃപ വരുന്നത്. അതായത് കൃപ വേറെ ഒത്തിരി കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. ദൈവത്തിൻ്റെ ബേസിക്കായിട്ട് ദൈവത്തിൻ്റെ ശക്തിയാണ്. ഇത് കിട്ടണത് ഇളി ഉളുക്കുമ്പോൾ ചേച്ചി തിരിച്ചറിഞ്ഞ് ചേട്ടായി വസ്തുവകൾ മാറ്റിയപ്പോൾ ഇവരുടെ എളി ഉളുക്കി അല്ലേ, സാമ്പത്തികമായിട്ട് അവർ എളി ഉളുക്കലാണ്. പക്ഷേ അവർ കർത്താവിനെ അവിടെ ഇതിലൂടെ തിരിച്ചറിഞ്ഞിട്ട് കർത്താവിനോട് പറയും, ഈശോ ഞങ്ങൾക്ക് അപ്പനെ നോക്കാൻ പരിപാലിക്കാനുള്ള പോംവഴി തരാൻ പറയും. അല്ല ചേട്ടൻ വഴക്കിടുന്ന കാര്യവും അങ്ങനെയൊന്നും ഇല്ല. അതിൻ്റെ പേരിൽ കേസിന് പോണ കാര്യം പോലും ഇല്ല. കേസിന് പോകണമെന്ന് ഞാൻ പറയത്തില്ല. ചില ആൾക്കാരുടെ കേസ് പറഞ്ഞാൽ മാത്രമേ അവർക്ക് ബോധം ഉണ്ടാകത്തുള്ളൂ. പക്ഷേ ചിലർക്ക് ഇതുപോലെ നല്ലവണ്ണം പ്രെയർ ചെയ്യാൻ അറിയാം. ഇപ്പോൾ ഈ സാറിനോട് പ്രൊഫസറിനോട് എന്താ പറഞ്ഞത്? നിങ്ങൾ അപ്പൻ അനുജന് കൊടുത്ത ഓഹരി കൂടിപ്പോയെന്ന് നിങ്ങൾ കരുതുന്നു, അതുകൊണ്ട് നിങ്ങൾ അപ്പനോട് മിണ്ടണില്ല എന്നാണ് പറയണത്. അതേ സമയത്ത് തന്നെ അങ്ങനെ വരുമ്പോൾ എപ്പോഴും എൻ്റെ സഹോദരനോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ തട്ടിച്ചൊന്നും എടുക്കാൻ പറ്റത്തില്ല. അത് നമുക്കിങ്ങനെ വ്യാമോഹം തോന്നുന്നതാണ്. ചേട്ടൻ്റെ അടിച്ചു മാറ്റി, അനുജൻ്റെ അടിച്ചു മാറ്റി, അല്ലെങ്കിൽ ഇപ്പം ഇന്നലെ വേറെ ഒരു കേസ് വന്ന് അതുപോലെ ഒരു മകളെ കല്യാണം കഴിച്ചു, എന്നിട്ട് അവൻ ഗൾഫിൽ പോയി. അവന് അറിയാമായിരുന്നു മക്കളുണ്ടാകത്തില്ലെന്ന്. കാര്യം അവനൊന്ന് ആദ്യം കല്യാണം കഴിച്ച് അതിനെ ഡൈവേഴ്സ് ചെയ്ത് ആണ് ഇതിനെ കല്യാണം കഴിച്ചിരിക്കുന്നത്. എന്നിട്ട് ഇവളുടെ കല്യാണം കഴിച്ച ദിവസം തന്നെ അന്ന് 2 ദിവസത്തിനുള്ളിൽ തന്നെ ഇവളുടെ പൊന്നെല്ലാം മേടിച്ച് അവൻ ലോക്കറിലാക്കി ചീട്ടവൻ മേടിച്ചെടുത്തു. ചീട്ടവൻ മേടിച്ചിട്ട് അവൻ വിദേശത്ത് പോയി. ഇവൾ IELTS തോറ്റെന്നും പറഞ്ഞുകൊണ്ട് പിന്നീട് ഇവളുടെ കാര്യം അവൻ തിരക്കണമില്ല. ഇപ്പം കേസിന് പോകണ വേണ്ടെന്ന് എന്നോട് ചോദിക്കാൻ വേണ്ടി വന്നതാണ്. ഞാനൊരു മറുപടി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പ്രാർത്ഥിച്ച്. അപ്പം എന്നാ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ തട്ടിക്കൽ അന്യൻ്റെ വസ്തുക്കൾ നമുക്ക് തട്ടിച്ചെടുക്കുമ്പോൾ നമുക്ക് എന്തോ കിട്ടിയെന്ന് നമുക്ക് തോന്നണത് തെറ്റാണ്, എന്തോ നഷ്ടപ്പെടുമെന്ന് തോന്നണതും തെറ്റാണ്. പറഞ്ഞ മനസ്സിലായ? ദൈവികമായ രീതിയിൽ അന്യൻ്റെ വസ്തുക്കൾ തട്ടിച്ചെടുക്കുമ്പോൾ നമുക്ക് എന്തോ കിട്ടിയെന്ന് തോന്നണതും തെറ്റാണ്. നഷ്ടപ്പെട്ടു പോയപ്പോഴേ ജീവിതം തീർന്നതെന്ന് തീരുമാനിക്കണതും തെറ്റാണ്. എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എന്നാ പറ്റിയത്? ഈ റബേക്കയല്ലേ ഈ സൂത്രം കാണിക്കണത്. റബേക്ക ആരാണ്? യാക്കോബിൻ്റെ യേശാവിൻ്റെ അമ്മ. സൂത്രം എന്താണ് കാണിക്കണത്? അപ്പം വയസ്സായി, അപ്പം മിക്കവാറും താമസിയാതെ അപ്പനും മനസ്സിലായി, അപ്പം കണ്ണു കാണാൻ പാടില്ലാതെ ഇസഹാക്ക് കണ്ണു കാണാൻ പാടില്ല ഇരിക്കുക. അപ്പോൾ ഇസഹാക്കിന് ഇഷ്ടം കുറച്ച് അധ്വാനിക്കുന്ന ആളാണ്. ഇസഹാക്ക് റബേക്കയെ കാണുന്നത് തന്നെ വയലിൽ വെച്ചാണ് കാണുന്നത്. അവൻ വയലിൽ പണി ചെയ്ത് മടങ്ങണ സമയത്താണ് റബേക്കയെ കൊണ്ടുവരണത്. ഭൃത്യൻ, എബ്രാഹത്തിൻ്റെ ഭൃത്യൻ. ഇപ്പോൾ വയലിൻ്റെ സന്തതിയാണ് ഇസഹാക്ക്. ജോലി ചെയ്ത അവൻ ജീവിതത്തിൽ നേട്ടം ഉണ്ടാക്കിയത്. യാക്കോബ് അധികം പണിയൊന്നും ചെയ്യണ കൂട്ടത്തിലല്ല, അമ്മയെ മണിയടിച്ച് അങ്ങനെ ജീവിച്ച പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇവൻ ഇങ്ങനെ പോയാൽ ഗുണം പിടിക്കത്തില്ലെന്ന് റബേക്കക്ക് മനസ്സിലായി. അപ്പം റബേക്ക പറഞ്ഞിടാ, ഒരു സംഭവം നടന്നിട്ടുണ്ട്. അപ്പനിപ്പോൾ പറയണ ഞാൻ കേട്ട്, അപ്പന് ഒരു വേട്ട പോയി ഇറച്ചി കൊണ്ടുവന്ന് പാകം ചെയ്ത് കൊടുത്താൽ യേശാവിനെ അനുഗ്രഹിക്കാമെന്ന് അപ്പം പറയണത് ഞാൻ കേട്ട്. ഉടനെ അത് കേട്ടതിന് ശേഷം ആ പാവപ്പെട്ട യേശാവ് അപ്പൻ്റെ ആ വാക്കും കേട്ട് വയലിലേക്ക് ഓടി വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനുള്ളിൽ ഇവിടെ പണി പറ്റിച്ച് കളഞ്ഞു. എന്താ ചെയ്തത്? തൊഴുത്തിൽ നിന്ന് ആടിനെ പാകം ചെയ്ത് യേശാവിൻ്റെ ഉടുപ്പിട്ട് യാക്കോബിനെ റബേക്ക പ്രസൻറ്റ് ചെയ്തു ആരുടെ. ഇപ്പം നമ്മളിങ്ങനെ കള്ളത്തരം കാണിക്കുമ്പോൾ ഏതാണ്ട് ആനക്കാരും ചെയ്ത പോലെയാണെന്ന്, ഒരു പണിയും നടക്കത്തില്ല. അതായത് യേശാന് അപ്പോൾ ഈ ഇസഹാക്ക് യേശാവിനെ ആണെന്ന് വിചാരിച്ചുകൊണ്ട് യാക്കോബിനെ കെട്ടിപ്പിടിക്കണ സമയത്ത് ഇസഹാക്ക് പറയണൊരു വാക്കുണ്ട്. എന്താ പറയണത്? ഈ 27 ഉൽപ്പത്തി പുസ്തകം 27. കാര്യം ഈ അവിടെ ഉണ്ടായിരുന്ന ഇസഹാക്കിൻ്റെ ഈ യേശാവിൻ്റെ ഉടുപ്പ് എന്ന് പറയുന്നത്
രോമക്കുപ്പായമാണ്. എന്താ ഈ ഇസഹാക്കിൻ്റെ ശരീരം മുഴുവൻ രോമമാണ്. ആ ജന്മം അങ്ങനെയാണ്. അതുകൊണ്ടാണ് യാക്കോബിന് അധികം രോമമൊന്നും ഇല്ലാത്ത സാധാരണ ശരീരമാണ്. അപ്പോൾ യാക്കോബിനെ കെട്ടിപ്പിടിക്കുമ്പോൾ യാക്കോബാണെന്ന് ഇസഹാക്കിന് മനസ്സിലാകും. അതുകൊണ്ട് യാക്കോബിൻ്റെ ശരീരം യേശാവിൻ്റെ പോലെ ആക്കാൻ വേണ്ടി രോമക്കുപ്പായം കൊണ്ടുവന്ന് ഇവനെ പൊതിയും. അത് ഇസഹാക്കിൻ്റെ ഉടുപ്പ് ആ ടൈപ്പാണ്. അവർ ഉടുപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഉടുപ്പ് ആ ടൈപ്പാണ്, കമ്പിളി പോലത്തെ ഉടുപ്പാണ്. അത് കൊണ്ടുവന്ന് റബേക്ക യാക്കൂബിനെ പൊതിഞ്ഞ് കെട്ടും. എന്നിട്ട് രസകരമായ അപ്പവും കറിയും വെച്ച് കൊടുക്കുമ്പോൾ ഈ മനുഷ്യൻ അപ്പം കഴിച്ചിട്ട് യേശാവാണെന്ന് വിചാരിച്ചുകൊണ്ട് യാക്കൂബിനെ കെട്ടിപ്പിടിക്കും. പക്ഷേ എന്നിട്ട് ഇവനെ അനുഗ്രഹിക്കണ മുമ്പ് ഈ മനുഷ്യൻ പറയുന്നൊരു വാക്കുണ്ട്. എന്താ പറയണത്? എൻ്റെ മകനെ, നീ തന്നെയാണോ എൻ്റെ മകൻ യേശാവ്? എന്നിട്ട് ഈ ഉടുപ്പ് ഇവൻ മണത്ത് നോക്കും. ഇസഹാക്ക് മണത്ത് നോക്കിയിട്ടൊരു വാക്ക് പറയും. എന്താണ് പറയണത്? ഇത് കർത്താവിൻ്റെ സ്വരം കേട്ടിട്ട് യാക്കോബിനെ പോലെ ഇരിക്കണം, പക്ഷേ നിൻ്റെ ഉടുപ്പ് യേശാവിൻ്റെ ശരീരം പോലെയാണ് എനിക്ക് തോന്നണത്. കാരണം എന്താണ്? കർത്താവ് കനിഞ്ഞനുഗ്രഹിച്ച വയലിൻ്റെ മണമെന്നാണ്. അതാണ് സംഭവം ഇവിടെ. അപ്പോൾ യേശാവാണെന്ന് ഈ മനുഷ്യൻ ധരിക്കാനുള്ള കാരണം എന്താണ്? കർത്താവ് കനിഞ്ഞനുഗ്രഹിച്ച അനുഗ്രഹത്തിൻ്റെ മണമാണ്. അപ്പോൾ ഞാനവർക്ക് ഈ അനുഗ്രഹത്തിന് മണമുണ്ടാവും. അതെ, അനുഗ്രഹത്തിനും മണമുണ്ട്. കർത്താവ് കനിഞ്ഞനുഗ്രഹിച്ച വയലിൻ്റെ മണമാണ് എൻ്റെ മകൻ്റെ ഉടുപ്പിലെന്ന് പറഞ്ഞുകൊണ്ട് യേശാവാണെന്ന് പറഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ച് യാക്കോബിനെ അറിയാണ്ട് അനുഗ്രഹിക്കും. എന്ത് മണ്ടത്തരമാണ്! യേശാവാണെന്നും പറഞ്ഞാണ് അനുഗ്രഹിക്കണത്. യേശാവാണെന്ന് ചിന്തിച്ചും ആണ് അനുഗ്രഹിക്കണത്. യേശാവാണെന്ന് അറിഞ്ഞാണ് അനുഗ്രഹിക്കണത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ അനുഗ്രഹം ആർക്ക് പോകും? യാക്കോബിന് പോകത്തില്ല. നമുക്ക് തോന്നണതാണത്. ആ അനുഗ്രഹം യേശാവിന് തന്നെയാണ് പോണത്. എന്താ കാര്യം? അനുഗ്രഹം ആരെപ്പോൾ കൊടുത്താലും അത് അനുഗ്രഹം ആർക്കാണെന്ന് തീരുമാനിക്കണത് ആരാ? ദൈവമാണ് തീരുമാനിക്കണത്. ഈശോൻ്റെ കാലം വന്നപ്പോൾ ഇതുപോലൊരു അമ്മ ഒരു വിക്രിയ കാണിച്ചില്ലേ? സലോമി. ശുദ്ധിയുടെ മക്കളെ യേശുസ്വസ്ഥ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കിടപ്പാടം നഷ്ടപ്പെട്ടവരെ സമർപ്പിക്കുന്നു. ബാങ്കിലുള്ള അപേക്ഷിച്ചിരിക്കുന്നവരെ സമർപ്പിക്കുന്നു. കർത്താവേ, സാമ്പത്തിക ഞെരുക്കത്തിലും കടക്കണിയിൽ കഴിയുന്നവരെ സമർപ്പിക്കുന്നു. ആത്മഹത്യ പോലും ചിന്തിക്കുന്നവരെ സമർപ്പിക്കുന്നു. നമ്മുടെ നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ. ഈശോയുടെ സാന്നിധ്യം നിറയണമേ. ബിസിനസ് തകർന്നവരെ സമർപ്പിക്കുന്നു. തൊഴിൽ പ്രതിസന്ധിയിലാണല്ലോ സമർപ്പിക്കുന്നു. ഇരിക്കും മക്കളെ. അതായത് ഈശോൻ്റെ കാലം വന്നപ്പോൾ ഇതുപോലെ 2 മക്കളെയും കൊണ്ടുവന്ന് അനുഗ്രഹിക്കണമെന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. റബേക്കാക്ക് പകരം സലോമിയാണ് വരണമെന്നേ ഉള്ളൂ. സൗദി പുത്രന്മാരുടെ അമ്മ യാക്കോബിനെ യോഹന്നാനും കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഒരാളെ മാത്രം അനുഗ്രഹിച്ചാൽ പോരെ, 2 പേരെ അനുഗ്രഹിക്കണമെന്നാണ് സലോമി പറയുന്നത്. റബേക്ക പറഞ്ഞത് യാക്കോബിനെ മാത്രം അനുഗ്രഹിച്ചാൽ മതിയെന്നാണ് പറഞ്ഞു. പക്ഷെ സലോമി പറയുന്നത് എന്താണ്? 2 മക്കളാണുള്ള 2 മക്കളെ അനുഗ്രഹിക്കാൻ പറയും. പക്ഷേ എന്താ ഈശോ പറയണത് അവരോട്? 20:20 മുതൽ മത്തായി സുവിശേഷത്തിൽ എന്താ പറയണത്? അനുഗ്രഹം ആർക്ക് കിട്ടണമെന്ന് മുകളിൽ നിന്ന് തീരുമാനം ഉണ്ടാകുമെന്ന് പറയുന്നത്. ഇത് തീട്ടൂരമായിട്ട് ആരും കൽപ്പിച്ച് കൊടുത്തിരിക്കുന്ന പരിപാടിയല്ല. എൻ്റെ വലതുവശത്തോ ഇടതുവശത്തോ ഇരിക്കേണ്ട അധികാരം നൽകേണ്ടത് ഞാനല്ല. ആർക്ക് വേണ്ടി അത് നിശ്ചയിച്ചിരിക്കുന്നുവോ അവന് ലഭിക്കുമെന്നാണ്. അവിടെയാണ് പ്രശ്നം. ദൈവതീരുമാനം അങ്ങനെ കിടക്കണത്. പിന്നെ യാക്കോബിന് അനുഗ്രഹം കിട്ടിയെന്ന് എങ്ങനെയാണ് പറയണത്? യേശാവിനെയാണ് നിശ്ചയിച്ചാണ് ഈ ഇസഹാക്ക് അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അനുഗ്രഹം ആർക്ക് കിട്ടിക്കാണും?
ഇസഹാക്കിനെ കിട്ടത്തിക്ക എന്ത് ഈ യേശാവിനെ കിട്ടിയിട്ടുള്ളൂ. സത്യമാണല്ലോ അത്. മറ്റവൻ നാട് വിട്ടു പോയില്ലേ? മറ്റവൻ്റെ വീടും വിട്ട് നാടും വിട്ടില്ല. അവരെന്ത് അനുഗ്രഹം കിട്ടിയെന്നായി പറയണത്? യാക്കോബിനൊന്നും കിട്ടില്ല. അനുഗ്രഹം കിട്ടിയത് വീട്ടിൽ നിന്ന് അമ്മയുടെ കൂടെ അപ്പൻ്റെ കൂടെ ജീവിക്കാൻ കഴിഞ്ഞതും വീട്ടിലെ മുഴുവൻ സമ്പത്തും ഓഹരിയും എല്ലാം കിട്ടിയത് ആർക്കാണ്? യേശാവിനാണ് കിട്ടിയിരിക്കണത്. മറ്റവൻ നാട് വിട്ടുപോയി. അവനൊന്നും കിട്ടിയില്ല. അവൻ നാട് വിട്ടുപോയി, ജീവനും കൊണ്ടോടിയവൻ. പിന്നെ എങ്ങനെയാണ് യാക്കോബിനെ അനുഗ്രഹിച്ചെന്ന് പറയണത്? കാപട്യം കാണിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം തട്ടിയെടുക്കാമെന്ന് ആരും വിചാരിക്കരുത്. ഇപ്പം സ്വത്ത് കുറഞ്ഞു പോയെന്ന് വിചാരിച്ചുകൊണ്ട് ചേട്ടൻ എന്നെ പറ്റിച്ചു, അനുജൻ എന്നെ പറ്റിച്ചു എന്നല്ല പറയേണ്ടത്. ദൈവം എൻ്റെ എളി ഉളുക്കിയിരിക്കുന്നു. സമ്പത്തിനേക്കാളും വീട്ടിലുണ്ടായിരുന്ന ഭാഗവുടമ്പടിയുടെ ഏറ്റക്കുറച്ചിലിനേക്കാളും ദൈവത്തിൻ്റെ കൈകളിൽ തൊട്ടിട്ട് എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ വിടത്തില്ലെന്ന് എന്ന് നീ കർത്താവിനെക്കുറിച്ച് പറയുന്നു, അന്ന് നീ അനുഗ്രഹിക്കപ്പെടും. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, കരങ്ങൾ ഉയർത്തിക്കൊണ്ട് കർത്താവേ, ഇപ്പോൾ ഞങ്ങൾ പറയുന്നു കർത്താവേ, കർത്താവേ, എന്നെ അനുഗ്രഹിക്കാതെ അങ്ങേ ഞാൻ വിടില്ല കർത്താവേ, എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ അങ്ങേ വിടില്ല കർത്താവേ. ഈശോയെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേ മുഖാമുഖം കണ്ട് പ്രാർത്ഥിക്കാൻ, ജീവിത ദുരിതങ്ങൾ പങ്കുവെക്കാൻ, ഉടമ്പടി വെച്ച നിയോഗങ്ങൾ അങ്ങയുടെ പ്രാർത്ഥിക്കാൻ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കാതെ ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഞാൻ എന്താണ് ഇങ്ങനെ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, യാക്കോബിൻ്റെ പിന്നെയുള്ള ചരിത്രങ്ങൾ നമ്മൾ വായിച്ചാൽ മനസ്സിലാകും ഈ കെട്ടിപ്പിടുത്തത്തിലൂടെ ഒരു അനുഗ്രഹവും അവന് കിട്ടിയിട്ടില്ലെന്നാണ്. യേശാവിനാണ് എല്ലാ അനുഗ്രഹം കിട്ടിയത്. എന്താ കാര്യം? യാക്കോബ് പിന്നെയുള്ള ജീവിതം അപ്പനെയും അമ്മനെയും കൂടെ ജീവിക്കാൻ പറ്റാതെ നാട് വിട്ടു പോകുന്ന ഒരു ജീവിതമാണ്. ലാബാൻ്റെ അമ്മാവൻ്റെ വീട്ടിൽ ചെല്ലും. അമ്മാവൻ്റെ വീട്ടിൽ ഇതിനെന്ന് വെച്ചാൽ അമ്മ എന്നെ ഒരു മാസം അവിടെ വശാരത്തെ ഭക്ഷണം കഴിച്ചിട്ട് പണിയൊക്കെ ചെയ്ത് ജീവിക്കുമ്പോൾ ലാബാൻ പറയും, ഇങ്ങനെ ജീവിക്കേണ്ട കാര്യമില്ല, നീ പണി ചെയ്തെടുക്കുക, ഞാൻ എൻ്റെ കൂലി തരും. അങ്ങനെ അവിടെ ജോലി ചെയ്യുകയാണ്. അതിനെക്കുറിച്ച് എന്താ ഇപ്പം പറയണത്? ഞാൻ നിൻ്റെ ലേയായുടെ റാഹേലിനോട് യാക്കോബ് എന്താ പറയണത്? ഞാൻ നിൻ്റെ അപ്പൻ്റെ ജോലി എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് ചെയ്തതെന്നാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ കർത്താവായ ദൈവമേ, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 31:6 യേശുവേ ആരാധന. ഞാൻ എന്തുമാത്രം എൻ്റെ കഴിവ് മുഴുവനും എടുത്താണ് ഞാൻ കഷ്ടപ്പെട്ടത്. അവസാനം കിട്ടിയതല്ല, കെട്ടിപ്പിടിച്ചാൽ ഇപ്പോൾ കിട്ടിയതല്ലെന്ന്. അതാണ് യാക്കോബ് പറയണത്. എന്നെ അപ്പം കെട്ടിപ്പിടിച്ചുകൊണ്ട് കിട്ടിയതല്ല. 31:6 എൻ്റെ കഴിവ് മുഴുവനും എടുത്ത് മരണപ്പണി ചെയ്താണ് എനിക്ക് 40 പശു, 200 ആട്, 200 കോലാട്, ഇത്രയും സാധനം യേശാവിന് കാണിക്കായിട്ട് പകുതി ഓഹരി കൊടുക്കുകയാണ്. അവൻ്റെ ഓഹരിയാണെന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുകയാണ്. യേശാവിൻ്റെ കാണാൻ പോകണല്ല. ഇപ്പം നേരത്തെ കൊടുത്ത് വിടുമ്പോൾ 40 കഴുത, ഓട്ടക്കഴുത. അപ്പം ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ആയിട്ട് നേരത്തെ കൊടുക്കുകയാണ്. അപ്പം ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കിയതാണ്? എൻ്റെ കഴിവ് മുഴുവനും, അപ്പം കെട്ടിപ്പിടിച്ചുകൊണ്ടുണ്ടായതല്ല ഇത്, എൻ്റെ കഴിവ് മുഴുവനും എടുത്ത് കഠിനാധ്വാനം ചെയ്താണ് ഉണ്ടായത്. അതെന്താ കാര്യം? ശാപമാണ്. എങ്ങനെ ശാപം വന്നതാണ്? അനുഗ്രഹമല്ല കിട്ടിയത്. ആ കെട്ടിപ്പിടുത്തത്തിലൂടെ ശാപമാണ് കിട്ടിയത്. എങ്ങനെ വന്ന ശാപമാണത്? ഉൽപ്പത്തി പുസ്തകത്തിൽ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളെ പ്രബോധരാകുന്ന പറയുന്ന 3:17 ഉൽപ്പത്തി 3:17 എന്താ എഴുതിയിരിക്കണത്? നീ ഇങ്ങനെ ചെയ്തത് കാരണം, കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്നും കൽപ്പന ലംഘിച്ച കാരണം ജീവിതകാലം മുഴുവൻ കഠിനാധ്വാനം ചെയ്യുമെന്ന്. അത് ശാപമായിട്ട്, പാപത്തിന് ശാപമായിട്ട് കൊടുത്തതാണ്. ഈ കള്ളച്ചതി ചെയ്തതിന് ശേഷം അതിന് ശാപമായിട്ട് കിട്ടുന്ന പരിപാടിയാണ്. കാര്യം ആദ്യം റാഹേലിനെ ലയയെ കല്യാണം കഴിക്കും. ലയയെ കല്യാണം കഴിക്കണത് അവളെ പൂച്ചക്കണ്ണിയാണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് റാഹേലിനെയാണ് ഞാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ജോലി ചെയ്തതെന്ന് പറയുമ്പോൾ ലാബാൻ ആ ചതി ഇവനെ ചതിക്കും.
അവസാനം അവന് വേണ്ടി റാഹേലിന് വേണ്ടി വീണ്ടും കൊല്ലം ചെയ്യും. ജോലി രാത്രിയും പകലും ഓട്ടം ചെയ്യും. അങ്ങനെ ഇത് എവിടെ നിന്ന് വന്നതാണിത്? ഇത് ഉൽപ്പത്തി 3:17 വന്നതാണ്. എന്താണ്? നീ ദൈവത്തിൻ്റെ വചനം ലംഘിച്ച് അതുപോലെ തന്നെ അനുജനെ ചേട്ടനെ ചതിച്ചത് കാരണം നീ ഭൂമിയിൽ കഠിനാധ്വാനം ചെയ്യുമെന്ന്. അപ്പോൾ യാക്കോബിന് കിട്ടിയിരിക്കുന്നത് എന്താണ്? അനുഗ്രഹമല്ല കിട്ടിയത്. ചേട്ടനെ പറ്റിച്ചെന്ന് ഇനിയുള്ള കാലങ്ങളിൽ അനുജന്മാർ വിചാരിക്കരുത്. ഭാര്യയുടെ സ്വർണ്ണം എടുത്ത് ലോക്കറിൽ വെച്ചെന്നും പറഞ്ഞുകൊണ്ട് ഭർത്താക്കന്മാരും ചതിച്ചെന്നും പറഞ്ഞ് വിചാരിക്കരുത്. നീ കിട്ടിയെന്ന് പറഞ്ഞിരിക്കുന്ന സംഭവം നിങ്ങൾ കുടിക്കുന്നതായി സ്വപ്നം കാണും, പക്ഷേ നിങ്ങൾക്ക് ദാഹം കിടത്തില്ല. യേശാവിൻ്റെ പ്രവചനങ്ങളാണ്. നിങ്ങൾ കുടിക്കുന്നതായി സ്വപ്നം കാണും, പക്ഷെ നിങ്ങളുടെ ദാഹം കിടത്തില്ലെന്ന്. ഇങ്ങനെ ചില മനുഷ്യന്മാർക്ക് മറ്റുള്ളവരുടെ ആനുകൂല്യങ്ങളും അവകാശങ്ങളും അടിച്ചു മാറ്റണമെന്ന് എപ്പോഴും ഇങ്ങനെ ഉള്ളിൽ തോന്നിക്കൊണ്ടേയിരിക്കും. അവരതുപോലെ ചതിയും വഞ്ചനയും കാണിച്ചുകൊണ്ടേയിരിക്കും. അപ്പം നിങ്ങൾ എന്നോട് അതെന്താ കാര്യം എന്നറിയാമോ? ഈ യാക്കോബ് തിരിച്ചു വരുമല്ലോ. യാബോക്ക് നദിയുടെ തീരത്ത് ഭാര്യയും കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്ന് ആക്കിയിട്ട് അപ്പുറത്ത് പോയി അവൻ ഉറങ്ങണ രാത്രിയിലാണല്ലോ ഈ മരപ്പിടുത്തം വന്നത്. അപ്പോഴേ ഏശാവ് ഇവരെ കൊല്ലാനിരിക്കുകയാണെന്ന് പണ്ട് റബേക്ക പറഞ്ഞിട്ടുണ്ട്. അപ്പം അവൻ്റെ മനസ്സ് തണുപ്പിക്കാൻ വേണ്ടി ഇവൻ്റെ പകുതി ഓഹരി അവന് കൊടുക്കാൻ വേണ്ടിയാണ് ഭൃത്യന്മാരെ കൊണ്ടുപോയി വിടണത്. മുൻപേ വിടും. അവസാനം ഏശാവുമായിട്ട് കണ്ടുമുട്ടുന്ന സമയത്ത് അവൻ കെട്ടിപ്പിടിച്ചിട്ട് ചോദിക്കും, അനുജ ഇതൊക്കെ എന്താ, ഇതെന്തിനാണെന്ന് ചോദിക്കും. ഇതെല്ലാം അങ്ങേക്കുള്ളതാണെന്ന് പറയും. ആരാണ്? 40 പശുക്കൾ, 600 ആടുകൾ, 30 ഒട്ടകങ്ങൾ, കറവയുള്ള ഒട്ടകങ്ങൾ, ഇങ്ങനെ കുറേ സംഭവം, 40 കഴുതകൾ, വണ്ടിക്കഴുതകൾ, ഇതെല്ലാം അങ്ങേക്കുള്ളതാണെന്ന് യാക്കോബ് ഏശാവിനോട് പറയുമ്പോൾ ഞാനൊന്നും കൊണ്ടുപോയിട്ടില്ല, പണ്ടെൻ്റെ കയ്യിൽ നിന്നൊരു അബദ്ധം പറ്റി, അതിൻ്റെ 10 മടങ്ങാണ് തരണത് എന്ന് പറയുമ്പോൾ ഏശാവ് പറയുന്ന വാക്കെന്താണ്? ഇതെല്ലാം എനിക്ക് ആവശ്യത്തിനുണ്ടെന്ന്. അതിൻ്റെ അർത്ഥം എന്താണ്? ഏശാവിന് അനുഗ്രഹമൊന്നും നഷ്ടപ്പെട്ടില്ലെന്ന്. അനുജനെ കെട്ടിപ്പിടിച്ചെന്ന് പറഞ്ഞുകൊണ്ട്, അനുജൻ ചേട്ടനാണെന്നും പറഞ്ഞുകൊണ്ട്, അപ്പനെ കൊണ്ട് കെട്ടിപ്പിടിപ്പിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്നാണ് പറയണത്. ശ്രുതികട ഹല്ലേലൂയ. 25:32 എന്താ പറയണത്? യേശാവ് പറഞ്ഞു, ശ്രുതികട ഹല്ലേലൂയ. ഇതെല്ലാം എനിക്ക് വേണ്ടുവോളം ഉണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? യേശാവിൻ്റെ അനുഗ്രഹങ്ങളൊന്നും ഇസഹാക്ക് കെട്ടിപ്പിടിച്ചു എന്ന് പറഞ്ഞത് ഏശാവാണെന്ന് വിചാരിച്ചാണ് കെട്ടിപ്പിടിച്ചിരിക്കുന്നത്. അപ്പം ആ അനുഗ്രഹം ഏശാവിന് തന്നെ. യാക്കോബ് നാട് വിട്ടുപോയി, അവനും ഒന്നും കിട്ടിയില്ല, ശാപമാണ് കിട്ടിയത്. എന്താണ്? അപ്പോൾ പലപ്പോഴും പല തരികിട പരിപാടികളും നമ്മൾ ചെയ്തെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ എല്ലാം നേടിയെന്ന് ധരിക്കരുത്. എന്ത് നേടിയെടുത്താൽ അവസാനം എളി ഉളുക്കുമ്പോൾ അപ്പോഴാണ് നമ്മൾ നേടണത്. അപ്പോഴെന്താ? തിരിച്ചറിയണം. തകർച്ച വരുമ്പോൾ തിരിച്ചറിയണം. എന്താണ്? ശാപമല്ല, അനുഗ്രഹമാണ്. എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ വിടത്തില്ലെന്ന് എപ്പോഴാണ് യാക്കോബ് ദൈവത്തിൻ്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് ദൈവത്തെ തനിക്കാലങ്ങളിലെല്ലാം മൽപ്പിടുത്തം നടത്തുകയായിരുന്നു. എങ്ങനെയാണ് മൽപ്പിടുത്തം നടത്തിയത്? ഏശാവിൻ്റെ ഓഹരി അടിച്ചു മാറ്റാൻ വേണ്ടി ഒരു മൽപ്പിടുത്തം നടത്തി. തിന്മകളുമായിട്ട് സത്യസന്ധമായ ജീവിതവുമായിട്ട് അവനൊരു മൽപ്പിടുത്തം, തിന്മയുടെ മൽപ്പിടുത്തം നടത്തി. അവൻ്റെ വൈഫിനെ പോലും അവൻ ആ കള്ളത്തരം പഠിപ്പിച്ചിരിക്കുക. കുലദൈവങ്ങളെയും കുടുംബദൈവങ്ങളെയും കട്ടുകൊണ്ട് പോന്നിട്ട് ലാബാൻ പുറകെ അന്വേഷിച്ചുകൊണ്ട് വരുമ്പോൾ അവൾ കയറി അതിൻ്റെ പുറത്തിരിക്കും, ഒരെൻ്റെ പുറത്തിരിക്കും. എന്താ പറയുക? എനിക്ക് മാസപ്പതിവാണെന്ന് പറയും. കാര്യം ആ ഭർത്താവ് കള്ളത്തരം കാണിക്കാൻ വേണ്ടി അവനെയും ഭാര്യനെയും പഠിപ്പിക്കാൻ. ഇവൻ ടോട്ടലൊരു ഒരു തോൽവിയാണ് ഇവൻ യാക്കോബ്. ഇങ്ങനെ ജീവിതകാലം മുഴുവനും കണ്ടവൻ്റെ സ്വത്ത് അടിച്ചു മാറ്റാൻ വേണ്ടി ഓരോരോ കള്ളത്തരങ്ങളും വഞ്ചനകളും കാണിച്ചാണ് ലാബാൻ്റെ ആടുകളെല്ലാം ഇവൻ അടിച്ചു മാറ്റിയത്. എങ്ങനെയാണ്? കൊഴുത്ത ആടുകൾ. അവനൊരു തീരുമാനമെടുത്ത്. എന്ത് തീരുമാനമെടുത്ത്? എൻ്റെ ഓഹരി
എന്ന് പറയണത് പുള്ളികളുള്ള ആട് അങ്ങയുടെ ഓഹരി, പ്രസവിക്കണ പുള്ളിയുള്ള ആട് എൻ്റെ ഓഹരി, പുള്ളിയില്ലാത്ത ആട് ലാബാൻ്റെ അമ്മാവൻ്റെ ഓഹരി എന്നും പറഞ്ഞൊരു തീരുമാനമെടുത്ത് അയാൾ സമ്മതിച്ചത്. ഇവൻ എന്നാ ചെയ്ത്, വെള്ളം കുടിക്കാൻ വേണ്ടി ആടുകൾ വരുമ്പോൾ ഇണയേരും. അപ്പോൾ കൊണ്ടുവന്ന് ബദാമിൻ്റെ കമ്പുകൾ കടിച്ച് പറിച്ചിട്ട് പുള്ളി കുത്തിയ കളമ്പുകൾ കൊണ്ടുവന്ന് അതിന് മുമ്പിൽ കുത്തിവെക്കും. അപ്പം നല്ല കൊഴുത്ത ആട് വരുമ്പോൾ മാത്രമേ അത് കുത്തിവെക്കത്തുള്ളൂ. എലിമ്പിച്ച ആടുകൾ വന്ന് അവൻ കുത്തിമാറ്റത്തില്ല. അപ്പോൾ എലിമ്പിച്ച ആടുകൾ ഇണചേരണത് അവസാനം ലാബാനുമായും കൊഴുത്ത പുള്ളിയുള്ള ആടുകൾ ഇവൻ്റെതുമായി. അങ്ങനെയാണ് ഇവൻ സ്വത്തടിച്ച് മാറ്റണത്. ഇങ്ങനെ മുഴുവൻ ഇവൻ ജീവിതകാലം മുഴുവൻ അഥർവവുമായിട്ട് മൽപ്പിടുത്തമായിരുന്നു. അവസാനം ദൈവം ഇവനുമായിട്ടൊരു മൽപ്പിടുത്തം നടത്തുകയും ഇവൻ നേടിയത് അവസാനം എല്ലാം സ്വന്തം കാലം നിൽക്കാൻ വേണ്ടിയാണ് ഇവനെല്ലാം ചെയ്തത്. പക്ഷെ ആ സ്വന്തം കാലിലെ എളി തന്നെ ഒടുക്കിപ്പോയി. നമ്മുടെ രോഗങ്ങൾ, നമ്മുടെ തകർച്ചകൾ, വേണ്ടാത്ത സമയത്തൊക്കെയാണ് തീരുമാനം കൊണ്ടുണ്ടാകുന്ന തകർച്ചകൾ, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ വിശ്വാസം നിരക്കാത്ത ബന്ധങ്ങളിൽ പോകുമ്പോൾ എളി ഉളുക്കുകയാണെന്ന് മനസ്സിലാകണം. വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഒരു എളി ഉളുക്കുമ്പോഴേ നമ്മുടെ മക്കളെ, നമ്മുടെ വിശ്വാസം നിരക്കാത്ത, കുടുംബത്തിൻ്റെ ചൈതന്യം നിരക്കാത്തൊരു ബന്ധങ്ങളിൽ പോകുമ്പോൾ ഈ മൽപ്പിടുത്തത്തിൽ നമ്മുടെ എളി ഉളുക്കിയെന്നർത്ഥം. ആവശ്യമില്ലാത്തൊരു ഓർഡർ ചെയ്ത് നമ്മൾ ഓർഡർ വിട്ട് കഴിഞ്ഞപ്പോൾ ഉടനെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഓർഡർ വിട്ട് അപ്പം ലോക്ക്ഡൗണായി. ചരക്ക് പോവുകയും ചെയ്ത് കാശ് കിട്ടുകയുമില്ല. എളി ഉളുക്കണ എല്ലാ ജീവിത ആവശ്യങ്ങളിലും നമ്മൾ ദൈവത്തെ കയ്യേക്കരി പിടിക്കണം. ഞാൻ വിട്ടത്തില്ലെന്ന് പറയണം. പലപ്പോഴും നിർഭാഗ്യവശാൽ എളി ഉളുക്കുമ്പോഴാണ് നമ്മൾ ദൈവത്തെ വിടണത്. എന്നിട്ട് കൂടുതലും മന്ത്രവാദത്തിനും ആഭിചാരത്തിനും പോകും, ദൈവത്തെ വിടുകയാണ്. അങ്ങനെയല്ല സംഭവം. എളി ഉളുക്കുമ്പോൾ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ ദൈവത്തെ കയറി പിടിക്കണം. എന്താണ്? എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ വിടത്തില്ല. അപ്പോഴാണ് ദൈവം അവനെ അനുഗ്രഹിക്കുന്നത്. അതാണ് അനുഗ്രഹം, അല്ലാതെ കട്ടെടുക്കണമല്ല അനുഗ്രഹം. യാക്കോബിന് അനുഗ്രഹം തുടങ്ങണം, ദൈവം അവനെ അനുഗ്രഹിക്കണം. അവൻ്റെ എളി ഉളുക്കിയ കാലത്ത് ദൈവം അവനെ അനുഗ്രഹിച്ചു. ഇനി നിൻ്റെ പേര് ഇസ്രായേൽ എന്നാണ്. കാര്യം എന്താണ്? നീ മൽപ്പിടുത്തം ചെയ്ത് വിശ്വാസത്തിൽ വിജയം പ്രാപിച്ചു. അത് വിശ്വാസത്തിനൊരു ജനതയുടെ അപ്പനായി നീ മാറും. അപ്പോഴ് ദൈവത്തെ അവൻ തിരിച്ചറിഞ്ഞു. അതാണ് സംഭവം. തന്നോട് മൽപ്പിടുത്തം നടത്തിയ ആളെ തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ ജനമായി മാറണത്, സ്വന്തം ജനതയായി മാറണത്. ദൈവവേദരെ, എൻ്റെയും നിൻ്റെയും ജീവിതത്തിലെ കഴിഞ്ഞ കാലങ്ങളിലെ പലതരത്തിലുള്ള ജീവിത സാഹചര്യങ്ങളിലെ നമ്മൾ നേടിയെടുത്തതെല്ലാം നമ്മുടെ കഴിവ് കൊണ്ടാണെന്ന് വിചാരിച്ചുകൊണ്ട് സ്വന്തം കാലം നിൽക്കാൻ വേണ്ടി നമ്മൾ കാണിച്ചു കൂട്ടിയ കസരത്തുകൾ, മറിമായങ്ങൾ, പിന്നീടുണ്ടായിട്ടുള്ള എളി ഉളുക്കുന്ന പോലെയുള്ള തകർച്ചകൾ, അപ്പോഴ് ദൈവത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തെ പിരിവിടാതെ ശരണപ്പെടാൻ കഴിഞ്ഞാൽ നിൻ്റെ അനുഗ്രഹത്തിൻ്റെ പുതിയ കാലം തുടരും. അതാണ് നീ അനുഗ്രഹത്തിൻ്റെ കാലമെന്ന് പറയണത്. അല്ല വഞ്ചിച്ചതെടുത്തതും പറ്റിച്ചെടുത്തതുമല്ല, മറിച്ച് ദൈവം നിന്നെ അനുഗ്രഹിക്കുമ്പോഴാണ് നിൻ്റെ അനുഗ്രഹത്തിൻ്റെ കാലം തുടരുന്നത്. അതാണ് യാക്കോബിനെ ഇസ്രായേലാക്കുന്നത്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. കരങ്ങൾ തുറന്നു പിടിച്ചുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കാതെ കടന്നു പോകരുതേ. ഞങ്ങൾ രോഗികളെ സമർപ്പിക്കുന്നു, മാനവ രോഗികളെ സമർപ്പിക്കുന്നു, വിദ്യാഭ്യാസം ചെയ്യുന്ന മക്കളെ സമർപ്പിക്കുന്നു, തൊഴിലില്ലാത്തവരെ സമർപ്പിക്കുന്നു, ശുശ്രൂഷയെ പങ്കെടുക്കുന്നവരെ രോഗമുള്ള ഇടങ്ങളിലെല്ലാം കൈകൾ വെക്കേണ്ട സമയമാണിത്. ഓൺലൈനിൽ പ്രത്യേകിച്ച് ശുശ്രൂഷയെ പങ്കെടുക്കുന്നവരും ഇപ്പോൾ കൃപാസനത്തിലുള്ളവർ രോഗങ്ങളുണ്ടെങ്കിൽ വെറുതെ കൈവെക്കരുത്. രോഗമുള്ളയിടത്ത് കൈകൾ വെച്ച് ആ ഭാഗം ഈശോയ്ക്ക് സമർപ്പിക്കേണ്ട സമയമാണ്. മക്കളില്ലാത്തവർ അടിവയറ്റിലാണ് കൈവെക്കേണ്ടത്.
കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഭയിലുള്ള നിൻ്റെ സാന്നിധ്യം പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ യോഗ്യത കൊണ്ടല്ല, നിൻ്റെ പീഡാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെ യോഗ്യതയാൽ നിന്റെ നാമത്തിൽ ശരണപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ അലിവ് തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അന്ധന് കാഴ്ച നൽകിയവനെ, കർത്താവെ, ചെകിടിന് കേൾവി നൽകിയവനെ, ചെവികളെ സ്പർശിക്കണമേ കർത്താവെ, കണ്ണുകളെ സ്പർശിക്കണമേ കർത്താവെ. ഈശോ, മഹോരോഗ്യം സുഖപ്പെടുത്തിയവനെ, ഉദരരോഗമുള്ളവരെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, ഹൃദയത്തെ സ്പർശിക്കണമേ കർത്താവെ, ഹൃദ്രോഗമുള്ളവരെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹജ്ജ് ചെയ്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഓപ്പറേഷന് ഡേറ്റ് കുറിച്ചവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കരരോഗികളെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പിടിക്കായുടെ രോഗികളെ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ മാരകരോഗങ്ങളെ ഈശോ നാമത്തിൽ സൗഖ്യമാകട്ടെ. ശരീരഭാഗത്ത് കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രിയമുള്ളവരെ, ജീവിത ദുരിതങ്ങൾ, സാമ്പത്തിക തകർച്ചകൾ അവർ നെഞ്ചിൽ കൈവച്ച്, ഹൃദയസ്ഥാനത്ത് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. പരീക്ഷ എഴുതിയിട്ട് റിസൾട്ട് വരാത്തവരെ, എഴുതിയിട്ട് വീണ്ടും വീണ്ടും അറ്റൻഡ് ചെയ്തിട്ട് തോറ്റു പോകുന്നവരെ, ജീവിത മാർഗങ്ങൾ അടഞ്ഞു പോയവരെ, കടകമ്പോളങ്ങളും തൊഴിൽ സ്ഥാപനങ്ങളും അടഞ്ഞു പോയവരെ, കുടുംബത്തിൽ കലഹങ്ങൾ മാറാത്തവരെ, അവരെല്ലാം ഈശോ അനുഗ്രഹിക്കുന്ന സമയമാണ്. ഉടമ്പടി ചെയ്ത മുഴുവൻ വിഷയങ്ങൾ നിങ്ങൾ സമർപ്പിക്കുക. ഓൺലൈനായിട്ടും തീർത്ഥാടന ഉടമ്പടിയായിട്ട് ചെയ്തു പോയ വിഷയങ്ങളെല്ലാം പരിശുദ്ധ അമ്മ വഴി ഈശോ ഏറ്റെടുക്കുന്ന സമയമാണിത്. നന്നായി പ്രാർത്ഥിക്കട്ടെ മക്കളെ. നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ അത് കഴിയും. ഇപ്പോഴേ അത് തൊണ്ടയ്ക്ക് അസുഖമുള്ളവരെ സുഖപ്പെടുത്തുന്ന സന്ദേശമുണ്ട്. ജനേന്ദ്രിയങ്ങൾക്ക് തറച്ച രോഗമുള്ളവരെ സുഖപ്പെടുത്തുന്ന സന്ദേശമുണ്ട്. ഹൃദയത്തിന് സ്പർശിക്കുന്ന സന്ദേശമുണ്ട്. ഹൃദയം ചുരുങ്ങിപ്പോകുന്നവരെ കർത്താവ് സ്പർശിക്കുന്ന സന്ദേശമുണ്ട്. കർത്താവെ, എല്ലാ രോഗികളെയും, വിദ്യാഭ്യാസ മേഖലകളിൽ അഡ്മിഷൻ ഇല്ലാതെ പോകുന്നവർ, അഡ്മിഷൻ കിട്ടാത്തവർ, പരീക്ഷയിൽ കർത്താവെ ഫെയിലായിപ്പോയവർ, കർത്താവെ ഒത്തിരിയേറെ സപ്ലൈ ഉള്ളവരെ എല്ലാവരെയും സമർപ്പിക്കാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈശോ, വ്യത്യസ്തമായ മേഖലകളിലെ ഈശോ വിദേശ ജോലികളുടെ യാത്രകളുടെ കർത്താവ് അതിനുവേണ്ടി ഒരുങ്ങുന്നവരെ, അതിൻ്റെ അനുയോജ്യമായ പത്രങ്ങളെ കർത്താവെ രേഖകൾ ലഭിക്കാത്തവരെ, കർത്താവ് അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരെ, കർത്താവ് അതിനുവേണ്ടി സമ്പത്ത് അന്വേഷിക്കുന്നവരെ, വിവാഹ തടസ്സമുള്ളവരെ, മക്കളില്ലാത്തവർ, വീടില്ലാത്തവരെ, വഴിയില്ലാത്തവർ, വ്യത്യസ്തങ്ങളായ ജീവിത തടസ്സങ്ങളിൽ കർത്താവ് രേഖകൾ ലഭിക്കാത്തവരെ, കർത്താവ് അങ്ങനെയുള്ള എല്ലാവിധ വിഷമതകളിൽ കഴിയുന്നവരുടെ എല്ലാ തടസ്സങ്ങളും ദോഷങ്ങളും കർത്താവ്, വ്യത്യസ്തങ്ങളായ രോഗങ്ങൾ, മാരക രോഗങ്ങളുടെ തടസ്സം സൗഖ്യങ്ങൾ കർത്താവ് ഈ നിമിഷം കർത്താവ് അത് സൗഖ്യപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാള ദൈവശക്തിയാൽ മാർഗരോഗങ്ങൾ മാറിപ്പോകട്ടെ. ദുരിതങ്ങളുടെ തടസ്സങ്ങൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ യേശു മാറ്റിയെടുക്കട്ടെ. നിങ്ങൾ ദൈവത്തിൻ്റെ സുവിശേഷത്തിൻ്റെ സാക്ഷികളായി മാറ്റട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ.